ശേഷം കുടുംബഭരണം തോറ്റതിന്റെ പ്രധാന കാരണം നിങ്ങളോടുള്ള ദേഷ്യം. താൻ എന്റെ വില കളയോ ശീതളേട്ടൻ അപ്പൊ ശീതളേട്ടൻ എന്താ കാരണവരാവണം? അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അതിന് പ്രാപ്തൻ സത്യേട്ടനാണ്. എന്നെ ഒതുക്കാമെന്ന് കരുതിയാ താൻ എന്തൊരു മണ്ടനാടോ. ഞാനാകണയിൽ വല്ല വിരോധം ഉണ്ടെന്ന് രാമൻകുട്ടി തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. കുടുംബത്തെ സത്യേട്ടൻ ധീരതയോടെ നയിച്ചു. നമ്മുടെ ദയനീയ തോൽവി ഓർത്തൊന്ന് സങ്കടപ്പെടാനുള്ള അവസരം പോലും ഈ ദുഷ്ടന്മാര് തരണം. നമ്മുടെ തറവാട്ടിലെ കാരണവരെ ഇന്ന് തെരഞ്ഞെടുക്കും. ഇത് പറയാൻ തുടങ്ങി എത്ര ദിവസമായി വയലാർ എഴുതുമോ ഇതുപോലെ നടക്കാൻ പറ്റില്ല. ആൾക്കാർ മുഴുവൻ ചോദിക്കാണ് കാരണവരായില്ലേ. സാഹചര്യം ചൂഷണം ചെയ്യരുത്. എന്നെ തീരുമാനിച്ചാൽ പോലും നമ്മളത് അംഗീകരിക്കും. മോശമായി പോട്ടോ, ഭയങ്കര മോശമായി പോയി. അയാൾ എന്താണ് കാണിക്കുന്നത്? ഹൈമുത്തശ്ശിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മൂന്നാളും. അതോടെ തീരുമാനമാവും. അപ്പൊ ഞാൻ പൊട്ടന ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നമ്മളെ ചിരിപ്പിച്ച് പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്. അത് കിടക്ക് തീവർത്ത് കാലക്ക്